അപ്പൊ നമ്മുടെ കണ്ണിന് അള്ളാഹു സുബ്ഹാനഹു വ തആല അത് കറക്റ്റായിട്ടുള്ള ഒരു ലെൻസാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുള്ളത്. അതായത് ഇപ്പൊ നമ്മുടെ ആ പ്രകാശത്തിന്റെ സ്പെക്ട്രത്തിലും ആ അൾട്രാ വയലറ്റിന് മുകളിലുള്ളതും അതേപോലെ തന്നെ ഇൻഫ്രാറെഡിന് താഴെയുള്ളതും അത് രണ്ടും അള്ളാഹു സുബ്ഹാനഹു വ തആല ഹൈഡാക്കി വെച്ചിട്ടുണ്ട്. അത് കാരണം നമ്മൾ മനോഹരമായിട്ടുള്ള ഒരു പ്രപഞ്ചം മാത്രമാണ് നമ്മൾ ഇവിടെ കാണുന്നത്. അതേസമയം ഇപ്പൊ നമുക്കറിയാം ചില ജീവികൾ ഈ ഇൻഫ്രാറെഡ് അൾട്രാ വയലറ്റ് എല്ലാം കാണാൻ സാധിക്കുന്ന നിരവധി ജീവികളുണ്ട്. അപ്പോൾ കൊതുക്, വവ്വാൽ, ഇതേ രൂപത്തിലുള്ള നിരവധി ജീവികൾ. അപ്പൊ അവരുടെ ആ ദൃഷ്ടിയിൽ യഥാർത്ഥത്തിൽ അവർ കാണുന്നത് നമ്മുടെ ആ പ്രപഞ്ചത്തിന്റെ മറ്റൊരു വെർഷനാണ്. സുബ്ഹാനല്ലാഹ്, ചിന്തിച്ചു നോക്കുക. അതായത് ഒരേ ലോകത്തിന്റെ വ്യത്യസ്ത വെർഷനുകളാണ് വ്യത്യസ്ത ജീവികൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മൾ കാണാത്ത പലതും അവർ കാണുന്നുണ്ട്. അപ്പൊ നമുക്ക് യോജിച്ച ഏറ്റവും മനോഹരമായിട്ടുള്ള ആ ഒരു കാഴ്ചയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല കാരുണ്യമായിട്ട് നമുക്കെല്ലാം നൽകിയിട്ടുള്ളത്. പലതും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളിൽ നിന്നും മറച്ചു വെച്ചിരിക്കുകയാണ്. ഇപ്പൊ ചില പഠനങ്ങളിൽ അവര് ആ ശരീരത്തിന്റെ പ്രധാനമായിട്ട് ആ പൊക്കിൾ കൊടിയുടെ ഭാഗം അത് പരിശോധിച്ച സമയത്ത് അവിടെ ആയിരക്കണക്കിന് വ്യത്യസ്ത സ്പീഷീസുകൾ ആ ഒരു ഭാഗത്ത് തന്നെ ഉണ്ട്. അതേപോലെ തന്നെ നമ്മുടെ കക്ഷത്തിൽ നമുക്കറിയാം വിയർപ്പ്, ആ വിയർപ്പ് നമ്മൾ ഡിയോഡറന്റ് എല്ലാം ഉപയോഗിക്കാറുണ്ട്. അത് വിചിത്രമായിട്ടുള്ളൊരു കാര്യം. യഥാർത്ഥത്തിൽ നമ്മുടെ ശരീരത്തിലെ ആ വിയർപ്പ് ഗ്രന്ഥികൾ, അപ്പോക്രൈൻ ഗ്രന്ഥികൾ ഉൽപ്പാദിപ്പിക്കുന്ന വിയർപ്പിന് യാതൊരു ഗന്ധവുമില്ല. ആ വിയർപ്പിന് ഗന്ധം വരാനുള്ള കാരണം ആ വിയർപ്പ് ചില ബാക്ടീരിയകൾ ഭക്ഷിച്ച് അവയുടെ വിസർജ്യമാണ് ആ ഗന്ധമായിട്ട് പുറത്തു വരുന്നത്. അങ്ങനെയാണ് അത് സൂചിപ്പിക്കുന്നത്. ഇതേ രൂപത്തിലുള്ള കാര്യങ്ങൾ അത് ഭക്ഷിക്കുന്നു. അതേപോലെ തന്നെ നമ്മുടെ ശരീരത്തിൽ നശിക്കുന്ന ഡെഡ് സെല്ലുകൾ, നശിക്കുന്ന കോശങ്ങൾ, അതും ബാക്ടീരിയ ഭക്ഷണമാക്കുന്നുണ്ട്. നമുക്കറിയാം ദിനേനെ 40,000 ഡെഡ് സെല്ലാണ് നമ്മുടെ ശരീരത്തിൽ നിന്ന് കൊഴിഞ്ഞു പോകുന്നത്. അതായത് വർഷത്തിൽ 2 കിലോ അതായത് ഡെഡ് സെല്ലുകൾ നമ്മുടെ ശരീരത്തിൽ നിന്ന് കൊഴിഞ്ഞു പോകുന്നുണ്ട്. അപ്പൊ നമ്മൾ ചില സമയത്ത് റൂമെല്ലാം അടിച്ചു വാരുന്ന സമയത്ത് ചില പൊടി പോലെയുള്ള പദാർത്ഥങ്ങൾ കാണാറുണ്ട്. അത് യഥാർത്ഥത്തിൽ നമ്മുടെ ശരീരത്തിൽ നിന്ന് കൊഴിഞ്ഞു പോകുന്ന ഡെഡ് സെല്ലുകളാണ്. അതാണ് പലപ്പോഴും ആ ബാക്ടീരിയകൾ ഭക്ഷണമായിട്ട് ഉപയോഗിക്കാറുള്ളത്. അപ്പൊ നിങ്ങൾ ഈ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്നത് നമ്മുടെ ശരീരത്തിന്, ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന നമ്മുടെ പുറത്ത് ജീവിക്കുന്ന, അതായത് നമ്മുടെ മുഖത്ത് ജീവിക്കുന്ന ഒരു തരം സൂക്ഷ്മ ജീവിയാണ്. നമ്മുടെ കണ്ണോട് കാണാൻ സാധ്യതയില്ല. ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് വെച്ച് നോക്കിയാൽ ഇത്തരത്തിലുള്ള നിരവധി ജീവികൾ നമ്മുടെ മുഖത്തുണ്ട്. ഡിമോഡക്സ് മൈറ്റ്സ് എന്നുള്ള പേരിലാണ് ഇത് അറിയപ്പെടുന്നത്. അത് നമ്മുടെ മുഖത്തുള്ള ആ ചർമ്മത്തിന്റെ ആ സുഷിരങ്ങളിൽ, ആ സ്കിൻ പോറുകളുടെ അകത്താണ് അത് ജീവിക്കുന്നത്. അത് 14 ദിവസത്തെ ലൈഫ് സൈക്കിളാണ് അതിനുള്ളത്. അത് നമ്മുടെ ആ സ്കിന്നിനകത്തുള്ള ആ സീബം, അതായത് അവിടെയുള്ള ആ കൊഴുപ്പ് ഭക്ഷിച്ചിട്ടാണ് അത് ജീവിക്കുന്നത്. അതിനെ സംബന്ധിച്ചുള്ള പഠനങ്ങൾ അവർ പറയുന്നത് നിരീക്ഷിച്ച സമയത്ത് രാത്രി കാലങ്ങളിലാണ് അത് പുറത്തു വരുന്നത്. രാത്രി പുറത്തു വന്നിട്ട് അത് നമ്മുടെ മുഖത്ത് വെച്ച് അത് ഇണചേരുകയും ചെയ്യുന്നു എന്നുള്ള ആ രൂപത്തിലാണ് അത് ജീവിക്കുന്നത്. അത് നമ്മുടെ എല്ലാ മുഖത്ത് ഈ രൂപത്തിലുണ്ട് എന്നുള്ള. എത്രത്തോളം എന്ന് വെച്ചാൽ നമ്മുടെ ഓരോ സ്ക്വയർ സെന്റിമീറ്റർ ചർമ്മത്തിലും ബില്യൺ കണക്കിന് ഇതേ രൂപത്തിലുള്ള ബാക്ടീരിയകളാണ് നമ്മുടെ പുറം വശത്തുള്ളത്. ചിന്തിച്ചു നോക്കുക. നമ്മള് ഇതെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ കണ്ണിൽ നിന്നും മറച്ചു വെച്ചിരിക്കണം. ഞാനിതെല്ലാം അവസാനം കൺക്ലൂഡ് ചെയ്യും. അതായത് ഇതെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ കണ്ണിൽ നിന്നും മറച്ചു വെച്ചിരിക്കുക. നമ്മുടെ കണ്ണിന് ദൃശ്യമല്ലാത്തൊരു വലിയ ലോകം നമ്മുടെ മുമ്പിലുണ്ട്. ചിന്തിച്ചു നോക്കുക. ഇതെല്ലാം കാണാൻ സാധിക്കുന്ന ഒരു ലെൻസാണ് നമ്മുടെ കണ്ണിന് നൽകിയതെങ്കിൽ എത്ര ഭീകരായിരിക്കും നമ്മുടെ ഭൂമിയിലുള്ള ജീവിതം. സോഷ്യൽ മീഡിയയിൽ വൈറലായിട്ടുള്ള ഒരു ചിത്രം നിങ്ങൾ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്നുണ്ടാകും. ഈ ചിത്രം ഏതെങ്കിലും ഹോളിവുഡ് ഹൊററൊന്നുമല്ല. ഈ ചിത്രം യഥാർത്ഥത്തിൽ ഇത് ഒറിജിനലായിട്ട് ഒരു ഉറുമ്പിന്റെ മുഖം ശക്തമായിട്ടുള്ള ലെൻസ് വെച്ച് അവർ മാഗ്നിഫൈ ചെയ്ത് പകർത്തിയതാണ്. എത്ര ഭീകരാണ്. ഒരു ഉറുമ്പിന്റെ മുഖമാണ് ഈ കാണുന്നത്. ഇത് ആ പ്രസിദ്ധമായിട്ടുള്ള ക്യാമറ നിക്കോൺ കമ്പനി അവരുടെ അവാർഡ് വിന്നിംഗ് പിക്ചറായിട്ട് 2022 തെരഞ്ഞെടുത്ത ഒരു പിക്ചറാണ് ഈ കാണുന്നത്. അപ്പൊ നമ്മുടെ കണ്ണിന് അല്ലാഹു സുബ്ഹാനഹു വ തആല അത് കറക്റ്റായിട്ടുള്ള ഒരു ലെൻസാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുള്ളത്. അതായത് ഇപ്പൊ നമ്മുടെ ആ പ്രകാശത്തിന്റെ സ്പെക്ട്രത്തിലും ആ അൾട്രാ വയലറ്റിന് മുകളിലുള്ളതും അതേപോലെ തന്നെ ഇൻഫ്രാറെഡിന് താഴെയുള്ളതും അത് രണ്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല ഹൈഡാക്കി വെച്ചിട്ടുണ്ട്. അത് കാരണം നമ്മൾ മനോഹരമായിട്ടുള്ള ഒരു പ്രപഞ്ചം മാത്രമാണ് നമ്മൾ ഇവിടെ കാണുന്നത്.